ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നർ ആയിട്ടും അതുപോലെ വൈകിട്ടത്തെ സ്നാക്സ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റാണ്. കണ്ണപ്പത്തിന്റെ റെസിപ്പി ആട്ടാ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് പുതിർത്തി വെക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് നേരിയരി ഇട്ട് കൊടുക്കാം. നേരിയരി എന്ന് പറഞ്ഞാൽ ജീരകശാല റൈസ്, നമ്മൾ നെയ്ച്ചോറിലുള്ള അരിയില്ലേ അത് തന്നെ. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഒരു 2-3 വെള്ളത്തിൽ അങ്ങനെ കഴുകി എടുക്കാം, കാരണം ഇത് പുതിർത്തുന്നതിന് മുമ്പേ നമ്മൾ കഴുകുന്നത്. അപ്പൊ ഇതിനാണ് ഒരു 3 വെള്ളത്തിൽ കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുതിർത്തി വെക്കാം. ഒരു 3 മണിക്കൂർ പുതിർത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഇതാ 3 മണിക്കൂറിന് ശേഷം ഇപ്പൊ ഞാനിത് എടുക്കുന്നത്. ഇനി ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. അപ്പൊ ഇതാ വെള്ളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് എടുത്തിന്. ഇനി ഈ അരി നമുക്കൊന്ന് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങയാട്ട ചേർക്കുന്നത്. 2 കപ്പ് നേരിയരിയാണ് എടുത്ത്, അതിന് 1/2 കപ്പ് തേങ്ങയാട്ട ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, ഫെനൽ സീഡ്. 1 ടീസ്പൂൺ ഫുൾ ആയിട്ട് അങ്ങനെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. വെള്ളത്തിന്റെ അളവ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനിത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ലെവലിൽ കിട്ടണം. നല്ല ലൂസിലും അല്ല നല്ല ടൈറ്റിലും അല്ല, അത്ര രീതിയിൽ കിട്ടണം. അതായത് നമ്മുടെ ദോശന്റെ അത്ര ലൂസ് വേണ്ട, എന്നാൽ ഇഡ്ലിന്റെ അത്ര കട്ടിയായിട്ടും വേണ്ട. ആ ഒരു രീതിയിൽ മാവ് കിട്ടണം. ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇത്രക്ക് ലൂസിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നോക്കി അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇത് അരക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ ഈ ഒരു സമയത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതാ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിതാ ഇതവിടെ നിൽക്കട്ടെ. അങ്ങനെ കുറെ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വേണ്ട. നമ്മൾ ഇതിലേക്കുള്ള ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം അരി അരച്ചത് അവിടെ നിന്നോട്ടെ. എന്നിതാ ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിതാ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ വേവിച്ചെടുത്ത ബീഫാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത് 3 ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്ത ബീഫാട്ടെ ഇത്. ഇതിനി നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട. ഇത് നമ്മൾ വേവിച്ചെടുത്തത്. അപ്പോൾ ഇനി വല്ലാണ്ട് അങ്ങ് ഫ്രൈ ആക്കൊന്നും വേണ്ട. ചെറിയൊരു ഫ്രൈ ആക്കി ഒരു ഫ്ലേവർ അതിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇത് ഫ്രൈ ആക്കണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ വേവിച്ചെടുത്തിട്ട് നമ്മൾ മസാല ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് ഈ പാനിന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിപ്പം 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ളി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബീഫ് ഫ്രൈ ആക്കിയെടുത്ത ആ സെയിം ഓയിൽ ഇട്ടിട്ട് ഉള്ളി ഇപ്പം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉപ്പൊന്ന് ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിന്റെ പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിന്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ല എങ്കിൽ 2 കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തത്. പച്ചമുളകിന്റെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് കൂട്ടിയെടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാട്ടാ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം.
ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത ബീഫാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അടർത്തി എടുത്താലും മതി. പക്ഷെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ആ ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് ഇതാ വെള്ളം എടുത്ത് വെച്ചിട്ട് ഞാൻ ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഓരോ കുഴിയിലേക്കും കുറച്ചൊന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. ഇതാ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരവന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട. കാരണം നമുക്ക് ഇതിന്റെ മേലെ ആ ഒരു നമ്മൾ റെഡിയാക്കി ആ ഒരു മസാലയും കൂടി ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു കുഴിന്റെ മുക്കാ ഭാഗത്തോളം ഈ ഒരു അരവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇതിന് മേലെയായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനാണ് ഈ ഒരു രീതിയിൽ മസാല ഇട്ട് കൊടുത്തിന്. ഇനി അടുത്ത തട്ടും ഈ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ഇതിൽ ഞാൻ രണ്ടാമത്തെ തട്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ 3 തട്ടും ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആയിലോ നോക്കിയിട്ട് അങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഈ തട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എടുത്ത് മാറ്റിയിന്. ഇനി ഇത് നല്ലോണം ചൂടാറിയ ശേഷമാട്ടോ ഞാനിപ്പോൾ ഇത് ഈ തട്ടിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി എല്ലാം എടുക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ എടുത്ത് മാറ്റാം. അപ്പം നമ്മളെ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ വൈകിട്ടത്തെ സ്നാക്സ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.